ഈരാറ്റുപേട്ട പുത്തൻപള്ളി മുസ്ലിം ജമാഅത്തിന്റെ ഈ വർഷത്തെ മെറിറ്റ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചു. മഹല്ലംഗങ്ങളായ ഖുർആൻ മുഴുവനായി മനഃപ്പാഠമാക്കിയവർ, അഫ്ദലുൽ ഉലമ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർ, SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവർ എന്നിവർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. പുത്തൻപള്ളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജമാഅത്ത് പ്രസിഡന്റ് NK മുഹമ്മദ് സാലിഹ് അധ്യക്ഷത വഹിച്ചു. പുത്തൻപള്ളി ഇമാം BH അലി മൗലവി ബാഖവി ഉദ്ഘാടനം ചെയ്തു. മസ്ജിദുൽ ഹുദ ഇമാം തൊൽഹ നദ്വി മുഖ്യപ്രഭാഷണം നടത്തി. മുഹമ്മദ് ഹാഷിർ മൗലവി ആദ്യ അവാർഡ് വിതരണം നിർവഹിച്ചു. നഗരസഭാ ഡിവിഷൻ കൗൺസിലർ അൻവർ അലിയാർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പരിപാലന സമിതി ജനറൽ സെക്രട്ടറി MF അബ്ദുൽ ഖാദർ സ്വാഗതവും ട്രഷറർ അനസ് കണ്ടത്തിൽ നന്ദിയും പറഞ്ഞു. പള്ളി കമ്മിറ്റി ഭാരവാഹികൾ, കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അടുത്ത അമീന ഇബ്രാഹിം, അടുത്ത ക്ഷണിക്കുകയാണ്. ആഫിയ ബിസ്മി, ഇർഫാൻ ഷഫിയ, ആഫിയ ബഷീർ, സിറാജ് കണ്ടത്തിൽ ആദ്യം നിയാസ്, അബ്ദുൽ ഖാദർ അവാർഡ് റൌഫ്. فسبح بحمد ربك واستغفر. നമ്മുടെ എല്ലാ കാര്യങ്ങളും മഹലുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. അപ്പോൾ മഹൽ നൽകുന്ന അംഗീകാരമാണ് ഇത്. നിങ്ങൾക്ക് കിട്ടിയ അംഗീകാരത്തെക്കാളൊക്കെ ഏറ്റവും വലുത് എന്ന് തീർച്ചയായിട്ടും ഞാൻ പറയും. അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി തുടർന്നുള്ള വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ ഇനിയും പല മേഖലയിൽ എത്തിപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ കൈത്താങ്ങ് നൽകാൻ എപ്പോഴും മഹൽ നിങ്ങളോടൊപ്പം ഉണ്ട്. ഈ അംഗീകാരം നിങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് തീർച്ചയായിട്ടും ഒരു വലിയൊരു പ്രോത്സാഹനമായിട്ട് കരുതണം. ഇതിന് നന്മയും തിന്മയും എന്താണെന്ന് കൃത്യമായി അവർക്ക് അറിയുന്നുണ്ട്. ശരിയെന്ന് തോന്നുന്ന പലതും തെറ്റാവുന്നുണ്ട്. അത് ഈ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് പൂർത്തീകരിച്ച് വിദ്യാഭ്യാസം എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ അവരുടെ ടേസ്റ്റ് അനുസരിച്ച് എന്താണോ ഓരോരുത്തർക്ക് ഓരോ കഴിവുണ്ട്. വ്യത്യസ്തമായ പല കഴിവ് ഉള്ള കുട്ടികളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അവരുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മളെ ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഡോക്ടറിലേക്കൊന്നും പോകാതെ ബുദ്ധിയുള്ള പിള്ളേർ സിവിൽ സർവീസിന് കോച്ചിങ്ങൊക്കെ പോയി എല്ലാം മിടുക്കരായ പിള്ളേരാണ്. ഇവരെ പരിഹസിക്കാൻ തുടങ്ങി. അബ്ദുള്ള മുസ്ലിയാരുടെ മോള് സ്കൂളിൽ പോവുകയോ എന്നായിരുന്നു അവരുടെ പരിഹാസം. പരിഹാസം കൊണ്ട് മറിയുമാ ഡിഗ്രിയിലില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ കല്ലെറിയാൻ തുടങ്ങി. അവസാനം സഹിക്കവയ്യാതെ അബ്ദുള്ള മുസ്ലിയാർ തന്റെ മകൾ മറിയുമ്മയെ 2 വർഷവും മറച്ച ഓട്ടോറിക്ഷയിലാണ് സ്കൂളിലേക്ക് വിട്ടത്. ഞാനീ വരച്ച് കാണിച്ചത് വിദ്യാഭ്യാസത്തിന്റെ വില മനസ്സിലാക്കാതിരുന്ന ഒരു കാലത്ത് മുസ്ലിം സമുദായം പഠിക്കാൻ തീരുമാനിച്ച പെൺകുട്ടിയോട് ചെയ്ത ദ്രോഹമാണ്. പക്ഷെ ആ പെൺകുട്ടി പഠിച്ചു. അവർ ഇംഗ്ലീഷ് മറിയുമ്മ എന്ന പേരിൽ അറിയപ്പെട്ടു. അടുത്ത ആൾക്കാർ മരിച്ചു. ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുമായിരുന്ന, ഏതാണ്ട് പ്രായമായ സമയത്ത് പോലും ഇംഗ്ലീഷിലെ പത്രങ്ങൾ വായിക്കുമായിരുന്ന, ഇംഗ്ലീഷിൽ നന്നായി സംസാരിക്കുമായിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഇംഗ്ലീഷ് മറിയുമ്മ. മുസ്ലിം സമുദായം ആ ഗതിയിൽ നിന്ന് മുന്നോട്ട് ഗമിക്കുകയാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായി മുസ്ലിം സമൂഹത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ അന്തരം 131 വർഷമാണ്. 1817 കോട്ടയത്ത് CMS കോളേജ് സ്ഥാപിക്കുന്നത്. അന്നത്തെ കൊച്ചി തിരുവിതാംകൂർ മഹാറാണി ഗൗരി ലക്ഷ്മിബായി 16 ഏക്കർ സ്ഥലവും 500 രൂപയും ആവശ്യമായ തടി മുഴുവൻ കാട്ടിൽ നിന്ന് വെട്ടിയെടുക്കാനുള്ള അനുവാദം കൊടുത്തുകൊണ്ടാണ് CMS കോളേജ് 1817 സ്ഥാപിച്ചത്. അത് കഴിഞ്ഞ് 131 വർഷം കഴിഞ്ഞ് 1948 കേരളത്തിൽ ആദ്യമായി മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഫാറൂഖ് കോളേജിന് തുടക്കം കുറിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, 131 കൊല്ലത്തെ അന്തരം ഈ സമുദായങ്ങൾ തമ്മിലുണ്ട്. നമ്മൾ ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ വില മനസ്സിലാക്കി നമ്മുടെ പെൺകുട്ടികൾ പ്രത്യേകിച്ചും പഠിക്കാൻ വേണ്ടി വല്ലാത്ത ശ്രമത്തിലാണ്. വിവാഹം പോലും വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികൾ മുസ്ലിം സമുദായത്തിൽ പഠിച്ചു കഴിഞ്ഞ് ജോലിയായിട്ട് മതി എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടികൾ അധികരിച്ചു വരുന്നു. അതിനൊരു ദൂഷ്യവശം ഉണ്ടെന്നുള്ള കാര്യം വേറെയാണ്. അപ്പൊ ഏതായിരുന്നാലും നിങ്ങളുടെ ഈ ഒരു പഠിക്കാനും പഠിച്ച് ഉന്നതങ്ങളിൽ എത്തിച്ചേരാനും
ഈ ഒരു ഇതൊരു അവാർഡ് വാങ്ങാനുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളത് നിങ്ങളെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഞാനൊരു വിദ്യാഭ്യാസം എന്നുള്ളത് കേവലം ജോലിക്ക് വേണ്ടി മാത്രമല്ല. ഒരു സർവേ നടത്തിയപ്പോൾ കേരളത്തിൽ 78% ആളുകളും പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിയാണ്. ബാക്കിയുള്ള ഒരു ചുരുങ്ങിയ ശതമാനം ആളുകൾ മാത്രമേ ജോലിയല്ലാത്ത മറ്റൊരു ലക്ഷ്യത്തിനു വേണ്ടി പഠിക്കുന്നുള്ളൂ. ഗാന്ധിജി വിദ്യാഭ്യാസത്തെ നിർവചിച്ചത് ഒരു മനുഷ്യന്റെ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ വളർച്ച എന്നാണ് വ്യാഖ്യാനിച്ചത്. അത് തന്നെയാണ് ഇസ്ലാമിന്റെ വ്യാഖ്യാനം. ഒരു മനുഷ്യന് ശരീരം വളരണം, മനസ്സ് വളരണം, ആധ്യാത്മിക തലത്ത് വളർച്ചയുണ്ടാക്കണം. അപ്പോഴാണ് വിദ്യാഭ്യാസം നേടിയെന്ന് പറയാൻ കഴിയില്ല. നിക്കോളസ് മുജിസിസ് നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നിക്ക് എന്ന പേരിൽ ഒരു മനുഷ്യനെ കാണാൻ കഴിയും. ലോകത്തിന് അറിയപ്പെട്ട ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. ഓസ്ട്രേലിയയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം തന്റെ ജനന സമയത്തുണ്ടായ അദ്ദേഹത്തിന്റെ വൈകല്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പിൽക്കാലത്ത് ഓർത്തെടുക്കുന്നുണ്ട്. ഇരു കൈകളും ഇരു കാലുകളും ഇല്ലാത്ത അവസ്ഥയിലാണ് നിക്കോളസ് മുജിസിസ് ജനിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ജനിച്ച ഉടനെ എൻ്റെ പിതാവ് എന്നെ കണ്ടപ്പോൾ തലകറങ്ങി വീഴുകയും അദ്ദേഹം ഛർദ്ദിക്കുകയും ചെയ്തു. എന്നു മാത്രമല്ല, തലകറങ്ങി വീണ് ഛർദ്ദിച്ച ആ പിതാവിന് നേഴ്സുമാര് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് എൻ്റെ അടുത്ത് നിന്നും മാറ്റി എന്ന് പിൽക്കാലത്ത് എന്നോട് എൻ്റെ പിതാവ് വളരെ ആ ദൈന്യതയോടുകൂടിയുള്ള എൻ്റെ അനുഭവം കണ്ടുകൊണ്ട് പിതാവ് പിന്നീട് ഒരിക്കൽ പറയുകയുണ്ടായി. 4 മാസത്തോളം എന്നെ എൻ്റെ പിതാവ് പരിചരിച്ചില്ല. കാരണം ഒരു മാതാവിന് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായി ഇരു കൈകളും ഇരു കാലുകളും ഇല്ലാതെ ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പ്രയാസകരമാണ് ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഞാൻ ദുർബലനാണ് എന്നും ഞങ്ങൾ കൂടി ദുർബലമായാൽ ഈ മകൻ നശിച്ചു പോകും എന്ന് വിചാരിച്ച് എൻ്റെ മാതാപിതാക്കൾ എന്നെ പരമാവധി പ്രോത്സാഹിപ്പിച്ചു. 8 വയസ്സ് വരെ എനിക്ക് കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല. 9 വയസ്സായപ്പോൾ എന്നെയും കൂട്ടി മാതാപിതാക്കൾ ഡോക്ടറുടെ അടുത്ത് ചെന്നു. കൈകാലുകൾ വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഡോക്ടർ പറഞ്ഞു, ഇവന് തീരെ ഭാരം കുറവാണ്, അതുകൊണ്ട് കൈകാലുകൾ കൂടി വെച്ച് പിടിപ്പിച്ചാൽ ഒരു പക്ഷേ ഇപ്പോഴുള്ള ശരീരത്തേക്കാൾ കൂടുതലായി മാറും ഈ മറ്റ് കൈകാലുകളുടെ അവയവങ്ങളുടെ ഭാരം. എൻ്റെ മുന്നിലുള്ള ആകെയുള്ള പോംവഴി ആത്മഹത്യയായിരുന്നു. ഞാൻ 9 വയസ്സിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ ആത്മഹത്യയെ കുറിച്ച് ആലോചിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് ഒരിക്കൽ എൻ്റെ അടുക്കൽ ഒരു 80 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യന്റെ ചിത്രം എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. കൈകാലുകളില്ലാതെ 80 വയസ്സ് വരെ ജീവിതത്തിൽ അതിജീവിച്ച് കഴിഞ്ഞു പോയ ഒരു മനുഷ്യന്റെ ചിത്രം എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് കാണിച്ചു. പിതാവ് പറഞ്ഞു, നിന്റെ മുമ്പിൽ 2 വഴികളുണ്ട്. ഒന്ന്, എല്ലാവരുടെയും മുമ്പിൽ നിനക്ക് പരിഹാസ്യമായി നിനക്ക് ജീവിക്കാം, അല്ലെങ്കിൽ ഒരു പോരാളിയെ പോലെ നിനക്ക് മുന്നേറാം. ഞാൻ പറഞ്ഞത്, ഇവിടെ അവാർഡ് വാങ്ങുന്ന ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകല്യവും ഇല്ലാത്തവരാണ്. ഈ നിക്കോളസ് മുജിസിസ് എന്ന് പറയുന്നത് ഇന്ന് അതിജീവനത്തിന്റെ വലിയൊരു പ്രതീകമായി. എല്ലാ വൈകല്യങ്ങളെയും മറികടന്നുകൊണ്ട് നമുക്ക് മുന്നിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഏകദേശം ലോകത്തിലെ 22ഓളം യൂണിവേഴ്സിറ്റികളിൽ ഇന്നും അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തിന് വിവാഹപ്രായം എത്തിയ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ചിന്തിച്ചു, എനിക്ക് വിവാഹം കഴിക്കാൻ കഴിയും, എൻ്റെ ഭാര്യയെ ചേർത്ത് പിടിക്കാൻ എനിക്ക് 2 കൈകളില്ല. അദ്ദേഹം വീണ്ടും വലിയ നിരാശയിലേക്ക് പോണ്ട സമയത്ത് വീണ്ടും അദ്ദേഹം ഡോക്ടറെ കണ്ടു. അദ്ദേഹം സ്വയം ആലോചിച്ചെടുത്തു, എനിക്ക് കൈകൾ കൊണ്ട് ചേർത്ത് പിടിക്കാൻ എൻ്റെ ഭാര്യയെ കഴിയില്ലെങ്കിലും എനിക്ക് ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കാൻ കഴിയും എന്ന് ചിന്തിച്ച് അങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് കൈകൊണ്ട് ചേർത്ത് പിടിക്കാൻ കഴിയില്ലെങ്കിലും ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കാൻ ഒരു ജീവിത സഖി നിക്കോളസ് മുജിസിസ് വന്നു ചേർന്നു. ഞാൻ പറഞ്ഞത്, നിക്കിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. കാരണം ഇരു കൈകാലുകളുമില്ലാതെ ലോകത്തെ 22ഓളം യൂണിവേഴ്സിറ്റികളിൽ മറ്റുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനാത്മകമായി ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ന കഴിവുകളെ നാം കൂടുതൽ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ ഒന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു, അറിവ് എന്ന് പറയുന്നത് നേരത്തെ ബഹുമാനാലിസ് അത് പറഞ്ഞതുപോലെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരാളെ പ്രതിഷ്ഠിപ്പിക്കലല്ല, മറിച്ച് അറിവ് എന്ന് പറയുന്നത് ഇരുത്തിപ്പിക്കേണ്ട ഒന്നല്ല. അറിവ് നിരന്തരമായി ചലിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒന്നാണ്. ചലനാത്മകമായ പ്രവർത്തനം നാം പഠിച്ച അറിവ് നമ്മിൽ സ്വാധീനം ചെലുത്തുന്നില്ല എങ്കിൽ നാം പഠിച്ച അറിവ് അത് നിശ്ചലമായി തന്നെ ഇരിക്കും, അത് എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മളെ ഇരുത്തും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട്
ഓർമ്മപ്പെടുത്താറുള്ളത് നമ്മുടെ അറിവ് നമ്മളെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അത് നമ്മളെ ആത്മീയമായി പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കണം.